ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു മെൻ്റർ ലേണിംഗ്. നമ്മളിന്ന് ഓസിലേഷൻ എന്നുള്ള സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്റർ 13ാമത്തെ ചാപ്റ്ററിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കുകയാണ്. ഓസിലേഷൻ കമ്പാരിറ്റീവ്ലി ഒരു ചെറിയ ചാപ്റ്ററാണ്, പക്ഷേ അതിലെ ഇക്വേഷനുകളും മറ്റൊക്കെ ചില ആളുകൾക്ക് ചില കൺഫ്യൂസിങ് ആണെന്ന് പറയാറുണ്ട്. പക്ഷേ അങ്ങനെ കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. സിമ്പിളായി അതിൻ്റെ ഓരോ കാര്യങ്ങളും അപ്രോച്ച് ചെയ്ത് കോൺസെപ്റ്റുകൾ ക്ലിയർ ആക്കി മനസ്സിലാക്കി പഠിച്ചു പോയാൽ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. Among the following, which are the example for SHM? സിമ്പിൾ ഹാർമോണിക് മോഷന്റെ എക്സാമ്പിൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? റൊട്ടേഷൻ ഓഫ് എർത്ത് അബൌട്ട് ഇറ്റ്സ് ആക്സിസ്. ഒരിക്കലും റൊട്ടേഷൻ SHM അല്ല. SHM എന്നത് ഓസിലേഷൻ ആണ്. ഓസിലേഷൻ എന്ന് പറയുമ്പോൾ ടു ആൻഡ് ഫ്രോം മോഷൻ ആണ്. വെർട്ടിക്കൽ ഓസിലേഷൻ ഓഫ് എ ലോഡഡ് സ്പ്രിംഗ്. ലോഡഡ് സ്പ്രിങ്ങിന്റെ വെർട്ടിക്കൽ ഓസിലേഷൻ സിമ്പിൾ ഹാർമോണിക് മോഷന് എക്സാമ്പിൾ ആണ് എന്ന് പറയാം. ഓക്കെ, ദെൻ ഓസിലേഷൻ ഓഫ് പെൻഡുലം ഓഫ് സിമ്പിൾ ഓസിലേഷൻ ഓഫ് സിമ്പിൾ പെൻഡുലം എന്നാണ്. സിമ്പിൾ പെൻഡുലത്തിന്റെ ഓസിലേഷൻ SHM ആണ്. യൂണിഫോം സർക്കുലർ മോഷൻ SHM അല്ല. അപ്പോൾ SHM ആയിട്ടുള്ള മോഷൻ ഏതൊക്കെയാണ്? വെർട്ടിക്കൽ ഓസിലേഷൻ ഓഫ് ലോഡഡ് സ്പ്രിംഗ്, ഓസിലേഷൻ ഓഫ് സിമ്പിൾ പെൻഡുലം. ഓക്കെ, ദെൻ ഗോ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി കണ്ടീഷൻ ഫോർ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഈസ്. ഒരു ഓസിലേഷൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആകാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് റീസ്റ്റോറിംഗ് ഫോഴ്സ്. ഏതൊരു ഓസിലേഷൻ എടുത്താലും റീസ്റ്റോറിംഗ് ഫോഴ്സ് കാണും. ആ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കണം. ആ റീസ്റ്റോറിംഗ് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കണം. സോ റീസ്റ്റോറിംഗ് ഫോഴ്സ് മസ്റ്റ് ബി ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദി ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ടു ദി ഡിസ്പ്ലേസ്മെന്റ്. അല്ലെങ്കിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദി മീൻ പൊസിഷൻ. ഇങ്ങനെ പറയാം കണ്ടീഷൻ ഫോർ SH. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റെപ്രസെന്റ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഗ്രാഫിക്കലി. സിമ്പിൾ ഹാർമോണിക് മോഷൻ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ XT ഗ്രാഫ് വരച്ചാൽ മതി. പൊസിഷൻ ടൈം ഗ്രാഫ് കാണിച്ചാൽ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ XT ഗ്രാഫ് എന്ന് പറയുമ്പോൾ പൊസിഷൻ ടേക്കൺ അലോങ് Y ആക്സിസ്, ടൈം ടേക്കൺ അലോങ് X ആക്സിസ്. ഓക്കെ, 0 ടൈം, ഇവിടെ ടൈം പീരീഡ് T/4, അതേപോലെ T/2, അതേപോലെ 3T/4, അതേപോലെ ടൈം പീരീഡ് ക്യാപിറ്റൽ T. ഇങ്ങനെ മാർക്ക് ചെയ്താൽ ഇതിൻ്റെ SHMന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഗ്രാഫ് വരക്കുമ്പോൾ നമ്മൾ കോസ് ഫംഗ്ഷനിലാണ് ഡിസ്പ്ലേസ്മെന്റ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. X ഈക്വൽസ് A cos ωt പ്ലസ് φ എന്ന രൂപത്തിൽ എടുക്കുന്നതെങ്കിൽ കോസ് ഫംഗ്ഷനിലാണ് ഗ്രാഫെങ്കിൽ ഗ്രാഫിന്റെ ഷേപ്പ് ദ കോസ് തീറ്റയുടെ ഗ്രാഫ് പോലെ, കോസ് കർവ് പോലെ ഇങ്ങനെ വരും. ഓക്കെ, സോ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാൻ പറയുമ്പോൾ അതിന്റെ XT ഗ്രാഫ് വരച്ച് നമുക്കത് റെപ്രസെന്റ് ചെയ്യാവുന്നതാണ്. Write the differential equation representing simple harmonic motion. Simple harmonic motion differential equation എങ്ങനെയാണ്? ആക്സിലറേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ആണ്. ആക്സിലറേഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? d²x/dt² അല്ലേ ആക്സിലറേഷൻ. മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് എന്ന് വരും. ഓക്കെ, ഇസ് ഈക്വൽ ടു 0. ദിസ് ഇസ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. Then next question. Which of the following relationship acceleration between acceleration and displacement of a particle involve simple harmonic motion? താഴെ കൊടുത്തിരിക്കുന്ന ഏത് ആക്സിലറേഷന്റെ ഫോർമുലയാണ്, വാല്യൂ ആണ് SHMനെ സൂചിപ്പിക്കുന്നത്? SHMന്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ആണ്. ആക്സിലറേഷൻ ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ടു ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ആക്സിലറേഷന്റെ ഫോർമുലക്കകത്ത് ഡിസ്പ്ലേസ്മെന്റിന്റെ പവർ 1 ആയി വരണം. ഡിസ്പ്ലേസ്മെന്റിന്റെ പവർ ഇവിടെയും 1 ആണ്, ഇവിടെയും 1 ആണ്. പക്ഷെ ആക്സിലറേഷനും ഡിസ്പ്ലേസ്മെന്റും ഓപ്പോസിറ്റ് ആണെന്ന് കാണിക്കുന്ന മൈനസ് സൈനും നിർബന്ധമാണ്. സോ മൈനസ് വേണം, എക്സിന്റെ പവർ 1 ആയിരിക്കണം. അങ്ങനെ വരുമ്പോൾ -10x ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ബി ക്വസ്റ്റ്യൻ. എ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഈസ് റെപ്രസെന്റഡ് ആസ് x ഈക്വൽസ് A cos ωt. Obtain the expression for velocity and acceleration of object and hence prove that acceleration is directly proportional to displacement. സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഫോർമുല കോസ് ഫംഗ്ഷനിൽ തന്നു. എന്നിട്ട് വെലോസിറ്റിയുടെയും ആക്സിലറേഷന്റെയും ഫോർമുല ഉണ്ടാക്കാനാണ്, അല്ലെങ്കിൽ അത് ഡിറൈവ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് ആ ഡെറിവേഷൻ എങ്ങനെ ചെയ്യാം? വെലോസിറ്റി ഈസ് ഈക്വൽ ടു dx/dt എന്നാണല്ലോ. അങ്ങനെ വരുമ്പോൾ d ഓഫ് A cos ωt. A cos ωt ഡെറിവേറ്റീവ് കാണുമ്പോൾ A നമ്മൾ പുറത്തേക്ക് എടുത്തു, അല്ലെങ്കിൽ A ആദ്യം എഴുതി. കോസ് ഒമേഗാട്ടിന്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ മൈനസ് സൈൻ ഒമേഗ ടി ഇൻറ്റു ഒമേഗ എന്ന് വരും.
ഓക്കെ, അപ്പോൾ ആൻസർ മൈനസ് ഒമേഗ എ സൈൻ ഒമേഗ ടി. ദിസ് ഇസ് ദി വെലോസിറ്റി ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇനി ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എഴുതുകയാണെങ്കിലോ, ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ ഞാൻ ഇവിടെ എഴുതി കാണിക്കാം. ഈ ഭാഗത്ത് ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ എ ഇസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി എന്ന് എഴുതാം. വെലോസിറ്റിയുടെ ഡെറിവേറ്റീവ്, വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ ഇതാണല്ലോ. സോ മൈനസ് ഒമേഗ എ ഞാൻ ആദ്യം എഴുതി. ഇനി സൈൻ ഒമേഗ ടിന്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ കോസ് ഒമേഗ ടി ഇൻറ്റു ഒമേഗ എന്ന് വരും. അങ്ങനെ വരുമ്പോൾ ഒമേഗ ഇങ്ങോട്ട് എടുക്കുമ്പോൾ മൈനസ് ഒമേഗ സ്ക്വയർ എ കോസ് ഒമേഗ ടി എന്ന് വരും. ദിസ് ഇസ് ദി എക്സ്പ്രഷൻ ഫോർ ആക്സിലറേഷൻ. ഇതിൽ എ കോസ് ഒമേഗ ടി എന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ ആക്സിലറേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ്. ഓക്കെ, ദെൻ ഗോ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The displacement of an oscillating particle varies with the time. Displacement centimeter and time second. According to the equation, y is equal to 2 cos 0.5 pi t plus pi by 3. Find the amplitude and time period of the particle. എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഫോർമുല? എക്സ് എന്ന് എഴുതാം, അതല്ലെങ്കിൽ വൈ എന്ന് എഴുതാം. ഇവിടെ ഇപ്പോൾ വൈ ആണ്. എ കോസ് ഒമേഗ ടി പ്ലസ് 5 എന്നാണ്. ഇവിടെ തന്നിരിക്കുന്ന ഇക്വേഷൻ y ഇസ് ഈക്വൽ ടു 2 കോസ് എന്ന് പറഞ്ഞ് ബ്രാക്കറ്റിൽ 0.5 പൈ ടി പ്ലസ് പൈ ബൈ 3 എന്നാണ്. അങ്ങനെയെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എ അല്ലേ? ആ എയുടെ പ്ലേസിൽ വന്നത് 2 അല്ലേ? അപ്പൊ 2 സെന്റിമീറ്റർ ആണ് ആംപ്ലിറ്റ്യൂഡ്. സെന്റിമീറ്റർ ആയത് എങ്ങനെ വെച്ചാൽ ഡിസ്പ്ലേസ്മെന്റ് സെന്റിമീറ്ററിലെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞു. പിന്നെ അതേപോലെ കണ്ടുപിടിക്കേണ്ടത് ടൈം പീരീഡ് ആണ്. ഇവിടെ ഒമേഗയുടെ പ്ലേസിൽ വന്നിരിക്കുന്നത് 0.5 പൈ ആണ്. ഒമേഗ ഇസ് ഈക്വൽ ടു 0.5 പൈ. ഒമേഗ എന്ന് പറഞ്ഞാൽ 2 പൈ ബൈ ടൈം പീരീഡ് അല്ലേ? സോ 2 പൈ ബൈ ടൈം പീരീഡ് ഇസ് ഈക്വൽ ടു 0.5 പൈ. അവിടെ പൈ പൈ ക്യാൻസൽ ചെയ്തു പോയി. അപ്പോൾ ടൈം പീരീഡ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 2 is equal to 0.5 into time period. So time period is equal to 2 by 0.5 എന്ന് വെച്ചാൽ 20 by 5 4 seconds എന്ന ആൻസർ വരും. ഓക്കെ, ഇതാണ് ആംപ്ലിറ്റ്യൂഡും ടൈം പീരീഡും. ഗോ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സൊല്യൂഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. റൈറ്റ് ദി എക്സ്പ്രഷൻ ഫോർ കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ബോഡി എക്സിക്യൂട്ടിംഗ് SHM ആൻഡ് ഡ്രോ ദ വേരിയേഷൻ ഇൻ ഗ്രാഫ്. കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും ഫോർമുല എഴുതിയാൽ മതി. ആ ഫോർമുല എഴുതിയിട്ട് ഗ്രാഫ് വരക്കാനാണ്. കൈനറ്റിക് എനർജിയുടെ ഫോർമുല നിങ്ങൾക്കറിയാം, ഹാഫ് എം ഇൻറ്റു വെലോസിറ്റിയെ സ്ക്വയർ ചെയ്യുമ്പോൾ ഒമേഗ സ്ക്വയർ എ സൈൻ ഒമേഗ ടി എന്ന് വരും. അതേപോലെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല എഴുതുന്ന സമയത്ത് ഹാഫ് എം ഒമേഗ സ്ക്വയർ, ഈ എം ഒമേഗ സ്ക്വയറിന് പകരം കെ എന്ന് എഴുതാം. എക്ക് സ്ക്വയർ ഉണ്ട്, സോറി പറയാൻ വിട്ടുപോയി. ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി എന്ന് എഴുതാം. എം ഒമേഗ സ്ക്വയറിന് പകരം കെ എന്ന് എഴുതുമ്പോൾ ഹാഫ് കെ എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി എന്ന് എഴുതാം. ഇവിടെ ഹാഫ് കെ എ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി എന്നും എഴുതാം. എന്നിട്ട് ഇതിന്റെ ഗ്രാഫ് വരച്ച് കാണിക്കാൻ പറയുമ്പോൾ വൈ ആക്സിസിൽ നമ്മൾ എനർജി എടുക്കുന്നു, എക്സ് ആക്സിസിൽ പൊസിഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എക്സ് അല്ലെങ്കിൽ മൈനസ് എക്സ്. ഗ്രാഫിന്റെ ഷേപ്പ് നിങ്ങൾക്കറിയാം, വളരെ സിമ്പിളായി പഠിക്കാൻ പറ്റിയ രൂപം. യു എന്ന ലെറ്ററിലല്ലേ പൊട്ടൻഷ്യൽ എനർജി എഴുതാറുള്ളത്? ആ യു എന്ന ഷേപ്പിൽ വരക്കുന്ന ഗ്രാഫായിരിക്കും പൊട്ടൻഷ്യൽ എനർജിയുടെ ഗ്രാഫ്. അപ്പം നേരെ ഓപ്പോസിറ്റായി വരക്കുന്നതായിരിക്കും കൈനറ്റിക് എനർജി. ടോട്ടൽ എനർജിയുടെ ഗ്രാഫ് വരക്കാനായി ആവശ്യപ്പെട്ടിട്ടില്ല. ടോട്ടൽ എനർജി എന്ന് പറയുമ്പോൾ എല്ലായ്പ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ടോട്ടൽ എനർജിയുടെ ഫോർമുല എന്ന് പറയുന്നത് ഹാഫ് കെ എ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, സിമ്പിളായി ഗ്രാഫിന്റെ ഷേപ്പ് പഠിക്കുക. ഇത് ഒറിജിൻ എന്ന് പറയുമ്പോൾ മീൻ പൊസിഷൻ ആണ്, ഇത് രണ്ടും എക്സ്ട്രീം പൊസിഷനുകളാണ്. ഓക്കെ, then go to the next question. An SHM is given by x equals 8 sin 10 pi t plus pi by 4. At which position its kinetic energy becomes equal to potential energy? കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഈക്വൽ ആകുന്ന പൊസിഷൻ ഏതാണെന്ന് ആദ്യം പഠിക്കണം. എക്സ് ഈക്വൽസ് ആംപ്ലിറ്റ്യൂഡ് ബൈ √2 ആണ്. ഓക്കെ, എക്സ് ഈക്വൽസ് എ ബൈ √2 എന്നുള്ള പൊസിഷൻ എത്തുമ്പോഴാണ് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഈക്വൽ ആവുക. ഇവിടെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 8 ആണ്. സോ 8 ബൈ √2 ആണ് റൈറ്റ് ആൻസർ. ഈ ഡിസ്റ്റൻസ് ഈ പൊസിഷനിൽ എത്തുമ്പോഴാണ് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഈക്വൽ ആകുന്നത്. അതിവിടെ ആൻസർ എഴുതി കാണിച്ചിട്ടുണ്ട്, 5.65 മീറ്റർ എന്ന് കിട്ടും. Then next question, prove that oscillation of a simple pendulum are simple harmonic. സിമ്പിൾ പെൻഡുലത്തിന്റെ ഓസിലേഷൻ സിമ്പിൾ ഹാർമോണിക് ആണെന്ന് പ്രൂവ് ചെയ്യണം.
ആൻഡ് ഹെൻസ് ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം. സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഓസിലേഷൻ്റെ ആ ഒരു ടൈം പീരീഡ് അതിൻ്റെ ഫോർമുല ഡിറൈവ് ചെയ്യണം. നമുക്കറിയാം സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഡയഗ്രാം നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇത് ഒരു ഇൻഎക്സ്റ്റെൻസിബിൾ സ്ട്രിങ് ആണ്. അതേപോലെ ഇത് അതിൻ്റെ ബോബാണ്. ബോബിൻ്റെ സെൻറ്റർ വരെയുള്ള നീളമാണ് പെൻഡുലത്തിൻ്റെ നീളം എന്ന് പറയുന്നത്. ഓക്കെ, ഈ പെൻഡുലത്തെ നമ്മൾ അല്പം ഇങ്ങോട്ട് ഡിസ്പ്ലേസ് ചെയ്തതിന് ശേഷം ഈ ഡിസ്പ്ലേസ് ചെയ്ത ഈ ഡിസ്റ്റൻസ് എക്സ് ആണ്, ഈ ആംഗിൾ തീറ്റ. അതേപോലെ ഈ ബോബ് ഇവിടെ വെക്കുമ്പോൾ അതിൻ്റെ വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യും. അതേപോലെ ആ വെയിറ്റിനെ 2 കമ്പോണൻസ് ആക്കി സ്പ്ലിറ്റ് ചെയ്താൽ ഈ ആംഗിളും തീറ്റ വരുമ്പോൾ ഇത് എം ജി കോസ് തീറ്റ എന്ന് വരും. ഓക്കെ, ഈ കമ്പോണൻറ്റ് എം ജി സൈൻ തീറ്റ എന്നും വരും. ഡെറിവേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എങ്ങനെയാണ് ഡെറിവേഷൻ? സിമ്പിളായി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക. റീസ്റ്റോറിംഗ് ഫോഴ്സ് കാണാനുള്ള ഫോർമുല മൈനസ് എം ജി സൈൻ തീറ്റ എന്ന് വരും. ഇവിടെ എം ജി കോസ് തീറ്റ ഇങ്ങോട്ടുണ്ടാകുമ്പോൾ ഓപ്പോസിറ്റായി ടെൻഷൻ ഉണ്ടാവും. എം ജി സൈൻ തീറ്റയാണ് ഇങ്ങോട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ബോബ് നമ്മൾ വിട്ട് കഴിഞ്ഞാൽ ആ എം ജി സൈൻ തീറ്റ എന്നുള്ള കമ്പോണൻറ്റ് കാരണം തിരിച്ചു വരിക. സോ റീസ്റ്റോറിംഗ് ഫോഴ്സ് മൈനസ് എം ജി സൈൻ തീറ്റ. മൈനസ് സൈൻ ഓപ്പോസിറ്റ് ഡയറക്ഷനെ സൂചിപ്പിക്കുന്നു. ദെൻ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു മൈനസ് എം ജി. ആംഗിൾ ചെറുതാകുമ്പോൾ സൈൻ തീറ്റയ്ക്ക് പകരം തീറ്റ എന്ന് എഴുതാം. ഇഫ് തീറ്റ ഈസ് വെരി സ്മോൾ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു തീറ്റ. അപ്പോൾ ഈ ആംഗിൾ ചെറിയ ആംഗിൾ ആയിരിക്കണം, അപ്പോൾ ഈ ഫോർമുല അപ്ലിക്കബിൾ ആവും. ദെൻ ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. അപ്പോൾ തീറ്റ ഇസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് എക്സ് റേഡിയസ് എൽ. ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. ഓക്കെ, ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായി. റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ്. ഓക്കെ, എമ്മും ജിയും എല്ലാം ഒക്കെ കോൺസ്റ്റന്റ്. റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ് ആയതുകൊണ്ട് ഇത് ഒരു SHM ആണ് എന്ന് നമ്മൾ അതിലൂടെ പ്രൂവ് ചെയ്തു. അത് പ്രൂവ് ചെയ്യാനാണ് ആദ്യം ചോദിച്ചത്. പിന്നെ ടൈം പീരീഡിന്റെ ഫോർമുല ഡിറൈവ് ചെയ്യാനും. വീണ്ടും നമുക്ക് റീസ്റ്റോറിംഗ് ഫോഴ്സിന്റെ ഫോർമുല ഒന്നുകൂടി എഴുതാം. അവസാനത്തെ സ്റ്റെപ്പ് റീസ്റ്റോറിംഗ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു മൈനസ് എം ജി എക്സ് ബൈ എൽ എന്നാണ് കിട്ടിയത്. റീസ്റ്റോറിംഗ് ഫോഴ്സിന്റെ ഫോർമുല മൈനസ് കെ എക്സ് ആണെന്ന് അറിയാം. ഇസ് ഈക്വൽ ടു മൈനസ് എം ജി എക്സ് ബൈ എൽ എന്ന് എഴുതുമ്പോൾ മൈനസ് സൈൻ കട്ട് ചെയ്തു പോവും, അതേപോലെ എക്സ് കട്ട് ചെയ്തു പോവും. അപ്പോൾ കെ ഇസ് ഈക്വൽ ടു എം ജി ബൈ എൽ എന്ന് വരും. കെ എന്ന് പറഞ്ഞാൽ എം ഒമേഗ സ്ക്വയർ അല്ലേ. സോ എം ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു എം ജി ബൈ എൽ എന്നായി. എം കട്ട് ചെയ്തു പോയാൽ ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു ജി ബൈ എൽ. ഒമേഗ ഇസ് ഈക്വൽ ടു റൂട്ട് ജി ബൈ എൽ. ടൈം പീരീഡ് എന്ന് പറയുന്നത് 2π ബൈ ഒമേഗയാണ്. അങ്ങനെ വരുമ്പോൾ ടൈം പീരീഡ് 2π ഇൻറ്റു റൂട്ട് എൽ ബൈ ജി എന്ന് വരും. ഓക്കെ, സിമ്പിൾ പെൻഡുലത്തിന്റെ ഡെറിവേഷൻ ടൈം പീരീഡിന്റെ. വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് സിമ്പിൾ പെൻഡുലം വിച്ച് ടിക്സ് സെക്കൻഡ്സ്? വിച്ച് ടിക് സെക്കൻഡ്സ് എന്ന് പറയുമ്പോൾ പെൻഡുലം ഒരു പകുതി ഓസിലേഷന് 1 സെക്കൻഡ്, ബാക്കി പകുതി 1 സെക്കൻഡ്. അങ്ങനെ ഒരു കംപ്ലീറ്റ് ഓസിലേഷന് 2 സെക്കൻഡ്. ടൈം പീരീഡ് 2 സെക്കൻഡ് ആയിട്ടുള്ള പെൻഡുലമാണ് ഈ ഉദ്ദേശിക്കുന്നത്. അതിനെ സെക്കൻഡ്സ് പെൻഡുലം എന്ന് പറയും. സെക്കൻഡ്സ് പെൻഡുലത്തിന്റെ ലെങ്ത് 1 മീറ്റർ ആണ്, അപ്രോക്സിമേറ്റ്ലി 1 മീറ്റർ. സോ ലെങ്ത് ഓഫ് സിമ്പിൾ പെൻഡുലം വിച്ച് ടിക് സെക്കൻഡ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദി ലെങ്ത് ഓഫ് സെക്കൻഡ്സ് പെൻഡുലം. സെക്കൻഡ്സ് പെൻഡുലത്തിന്റെ ലെങ്ത് 1 മീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The acceleration due to gravity on the surface of moon is 1.7 meter per second square. What is the time period of simple pendulum on moon if its time period on the earth is 3.5 seconds? എർത്തിലുള്ള സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് 3.5 സെക്കൻഡ്സ് ആണെങ്കിൽ മൂണിലുള്ള ടൈം പീരീഡ് എത്ര? മൂണിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ 1.7 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്കറിയാം മൂണിലെ ടൈം പീരീഡ് ആകുമ്പോൾ 2π റൂട്ട് എൽ ബൈ ജി എന്ന് പറയുമ്പോൾ മൂണിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. എർത്തിലെ ടൈം പീരീഡ് ആകുമ്പോൾ എർത്തിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8. റേഷ്യോ കാണും TM ബൈ TE. ഇത് TE എന്നാണ് എർത്തിലെ ടൈം പീരീഡ്. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 2π കട്ട് ചെയ്തു പോകും. റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ 9.8 ബൈ 1.7 എന്ന് വരും. സോ T മൂൺ ഇസ് ഈക്വൽ ടു ഈ TE ഇങ്ങോട്ട് വരുമ്പോൾ T എർത്തിലെ ടൈം പീരീഡ് 3.5 ആണെന്ന് പറഞ്ഞു. അപ്പോൾ 3.5 ഇൻറ്റു റൂട്ട് 9.8 ബൈ 1.7 വിച്ച് ഇസ് ഈക്വൽ ടു 8.4 സെക്കൻഡ്സ് എന്ന് വരും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The time period of a simple pendulum of length L as measured in a lift descending with an acceleration G by M എന്നല്ല, അത് G by 3 അല്ലെങ്കിൽ G by 2 അങ്ങനെയൊക്കെയാണ്. അതായത് ഒരു ലിഫ്റ്റ് താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ലിഫ്റ്റിനകത്തൊരു സിമ്പിൾ പെൻഡുലം ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ലിഫ്റ്റ് താഴോട്ട് വരുന്ന ആക്സിലറേഷൻ G/3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെങ്കിൽ ടൈം പീരീഡ് എത്ര? ടൈം പീരീഡ് കാണുമ്പോൾ ഫോർമുല 2π റൂട്ട് എൽ ബൈ എന്ന് കഴിഞ്ഞ് ലിഫ്റ്റ് താഴോട്ട് വരുന്ന കേസ് ആണെങ്കിൽ ഡിസെൻഡിങ് ആണെങ്കിൽ നിങ്ങൾ ലോസ് ഓഫ് മോഷനിൽ പഠിച്ചിട്ടുണ്ട് ആക്സിലറേഷൻ G - A എന്ന് എഴുതണം.
അങ്ങനെ വരുമ്പോൾ 2π ഇൻറ്റു റൂട്ട് എൽ ബൈ ജി മൈനസ് ലിഫ്റ്റിൻ്റെ ആക്സിലറേഷൻ g/3. അങ്ങനെ വരുമ്പോൾ 2π ഇൻറ്റു റൂട്ട് എൽ ഡിവൈഡഡ് ബൈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 3g മൈനസ് g/3 എന്ന് പറയുമ്പോൾ 2g/3 എന്നാവും ഇസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് 3l/2g എന്നാകും ആക്സിലറേഷൻ g/3 ആണെങ്കിൽ. Then next question, a girl is swinging on a swing in the sitting position. How will the period of swing be affected if she stands up? ഊഞ്ഞാലിൽ ഇരുന്നാടുന്ന കുട്ടി നിന്നാടുമ്പോൾ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ എന്ത് സംഭവിക്കുന്നു? ഊഞ്ഞാലിൽ ഇരുന്നാടുന്ന ഈ കുട്ടി സ്റ്റാൻഡിങ് പൊസിഷനിലേക്ക് വരുന്ന സമയത്ത് ആ ലെങ്ത് ഓഫ് ദി പെൻഡുലം എന്ന് പറയുന്നത് കുറയാണ്. ലെങ്ത് ഓഫ് പെൻഡുലം എന്ന് പറയുന്നത് ഏതാണ്? പോയിന്റ് ഓഫ് സസ്പെൻഷൻ തൊട്ട് സെന്റർ ഓഫ് ഗ്രാവിറ്റി വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. സെന്റർ ഓഫ് ബോബ്, സെന്റർ ഓഫ് ഗ്രാവിറ്റി, സെന്റർ ഓഫ് മാസ്. അപ്പോൾ ഈ ഊഞ്ഞാലിൽ ഇരുന്നാടുന്ന കുട്ടി നിന്നാടുന്ന സമയത്ത് നമുക്കറിയാം ഒരു മനുഷ്യന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഊഞ്ഞാല് കെട്ടിയിട്ട പോയിന്റ് തൊട്ട് സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്ക് ആ ഇരിക്കുന്ന കുട്ടിയുടെ മാസും ആ ഇരിപ്പിടത്തിന്റെ മാസും ചേർന്നതാണ് അവിടെ മാസായി കൺസിഡർ ചെയ്യേണ്ടത്, ബോബിന്റെ മാസിന് പകരം. അപ്പോൾ ആ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ദൂരം കുറയുക ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് പോയിന്റ് ഓഫ് സസ്പെൻഷനിൽ നിന്ന് സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ദൂരം കുറയും. അപ്പം ലെങ്ത് കുറയും. അപ്പം ഇരുന്നാടുന്ന കുട്ടി നിന്നാടുമ്പോൾ ലെങ്ത് കുറയുന്നു, ടൈം പീരീഡ് കുറയുന്നു. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഓസിലേഷൻസ് എന്നുള്ള ഭാഗത്തും നമ്മൾ ചെയ്യുന്നത്. ഓസിലേഷൻ എന്നുള്ള ചാപ്റ്ററിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയി നോക്കേണ്ട ഭാഗങ്ങൾ ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ച ഭാഗങ്ങൾ തന്നെയാണ്. SHM ആവാനുള്ള കണ്ടീഷൻ, SHMന്റെ എക്സാമ്പിളുകൾ, അതേപോലെ SHMന്റെ ഡിസ്പ്ലേസ്മെന്റ് വെച്ചുള്ള പ്രോബ്ലം, വെലോസിറ്റി ആക്സിലറേഷൻ ഡെറിവേഷൻ, കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി ഡെറിവേഷനും, അതേപോലെ ഇക്വേഷനും, അതേപോലെ ഗ്രാഫും, വളരെ പ്രധാനപ്പെട്ട ഡെറിവേഷൻ പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് സിമ്പിൾ പെൻഡുലം, അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും. ഓക്കെ, താങ്ക് യു.